எல்லாம் நம்ம ஃபாரின் விங் அன்பே உந்தன் நம்பர் சொல்லி தினமும் 7 அசைக்கென்ன ஆடிட்டிங் உங்க விசை எல்லாம் ரிப்போர்ட்டிங் காஃபி ஷாப்பே தேதை இல்லை எல்லாருக்கும் ரூபியாய தெய்வமே நினக்கு வந்தனம் ஸ்நேகரூபியாய தெய்வமே நினக்கு வந்தனம் നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും അവ ഭക്തിയും വിവേകവും തരണമേ നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം നമ്മുടെ ഭാരതം ഒരു അസാധാരണ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങൾ കാശ്മീരിൽ വെച്ച് ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചു. ശത്രു രാജ്യത്തിന്റെ കൊടും ക്രൂരതയ്ക്ക് നമ്മുടെ ധീരരായ സൈനികർ ശക്തമായി മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീരിൽ കൊല്ലപ്പെട്ടവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, യുദ്ധത്തിൽ വീരമരണം പ്രാപിച്ച സൈനികർക്കും മറ്റുള്ളവർക്കുമായി വേണ്ടി ഒരു നിമിഷം മൗന പ്രാർത്ഥന. സുമേരിയൻ അബാക്കസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഈജിപ്തുകാരും പേർഷ്യക്കാരും ഗ്രീക്കുകാരും ചൈനക്കാരും റോമൻകാരുമെല്ലാം ഇന്നത്തെ അബാക്കസിന്റെ പഴയ രൂപം ഉപയോഗിച്ചിരുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും അബാക്കസ് ഉപയോഗിച്ചിരുന്നതായി വാസുബന്ധു എന്ന ബുദ്ധമത പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയായി കാണുന്നു. ഇന്ന് ലോകമെമ്പാടും പ്രീ പ്രൈമറി സ്കൂളുകളും പ്രാഥമിക വിദ്യാലയങ്ങളും ഗണിതം പഠിപ്പിക്കാനുള്ള സഹായിയായി അബാക്കസുകൾ ഉപയോഗിക്കുന്നു. അബാക്കസ് ഉപയോഗം മാനസിക കണക്കുകൂട്ടലുള്ള ശേഷി വർദ്ധിപ്പിക്കും. അബാക്കസ് കൊണ്ടുള്ള ഒരു മാനസിക കണക്കുകൂട്ടൽ എന്നാൽ ഒരു സാങ്കല്പിക അബാക്കസ് കൈകാര്യം ചെയ്തുകൊണ്ട് മനസ്സിൽ സങ്കലനം, കുറയ്ക്കൽ, ഗുണനം, ഹരണം എന്നീ കണക്കുകൂട്ടുകൾ നടത്തുന്ന പ്രവർത്തനമാണ്. 2024 ജനുവരി 14 ആരംഭിച്ച ഫിംഗർ മാത്സ് അബാക്കസ് അക്കാഡമി എന്ന ചെറിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ അധ്യാപികയായ രശ്മി ടീച്ചറുടെയും ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും കഠിന പ്രയത്നത്താൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ 15 ഫസ്റ്റ് റാങ്കുകളും 4 സെക്കൻഡ് റാങ്കുകളും 3 തേർഡ് റാങ്കുകളും നേടുകയും അതിലുപരിയായി എറണാകുളം ജില്ലയിലെ സെക്കൻഡ് റണ്ണറപ്പായി ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായ ധ്രുവൻ ബീസ്മാർട്ട് അബാക്കസിന്റെ അവാർഡിന് അർഹനാവുകയും ചെയ്തു. പരീക്ഷാ വിജയികൾക്ക് അവാർഡ് നൽകുന്നതിലേക്കും ആദരിക്കുന്നതിലേക്കുമുള്ള ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുവാനായി അശ്വനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, മറ്റു സഹോദരി സഹോദരന്മാരെ, ഇത് വളരെയധികം അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ബീസ്മാർട്ട് അബാക്കസ് നടത്തിയ സംസ്ഥാനതല മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വൈഗ പറഞ്ഞതുപോലെ 2024 ജനുവരിയിലാണ് നമ്മുടെ കരുത്തലയിൽ രശ്മി ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഫിംഗർ മാത്സ് അബാക്കസ് അക്കാദമി ആരംഭിക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ 100% വിജയത്തിലേക്കാണ് നമ്മുടെ അക്കാദമി വന്നത്. എന്തുകൊണ്ടെന്നാൽ സംസ്ഥാനതല പരീക്ഷയിൽ 22 കുട്ടികൾ പങ്കെടുത്തു. അതിൽ 15 കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്കും 4 കുട്ടികൾക്ക് സെക്കൻഡ് റാങ്കും 3 കുട്ടികൾക്ക് തേർഡ് റാങ്കും ലഭിച്ചു. കൂടാതെ ജില്ലാതല മത്സരത്തിൽ എറണാകുളം ജില്ലയിൽ നിന്നും സെക്കൻഡ് റണ്ണറപ്പായ ധ്രുവത് നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. ശരിക്കും രശ്മി ടീച്ചറുടെ ഒരാത്മാർത്ഥതയും കഠിന പ്രയത്നവുമാണ് അതിൻ്റെ പിന്നിൽ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ ഈ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനാണ്. ആദ്യമായി നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ രശ്മി ടീച്ചർക്ക് ഈ ചടങ്ങിലേക്ക് എൻ്റെ പേരിലും എല്ലാ പാരൻസിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചു. വളരെ മനോഹരമാക്കാനായിട്ട് നമ്മുടെ കൂടെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ, നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കുന്ന, നിറയെ
ഓർമ്മിക്കാനുള്ള കഥാപാത്രങ്ങൾ സമ്മാനിച്ച ബിജുക്കുട്ടൻ സാറോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അദ്ദേഹത്തെ എൻ്റെ പേരിലും ഫിംഗർ മാത്സ് അബാക്കസ് അക്കാദമിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ അപ്പു ജോസ്. അദ്ദേഹത്തിനെ നമുക്ക് ഹിറ്റ് കോമഡി ഉത്സവത്തിലൂടെ പലർക്കും പരിചയമായിരിക്കും. പിന്നെ ആന്റണി, അതേപോലെ ബോബ് കഥ, വെടിക്കെട്ട സിനിമകളിലൂടെയും അദ്ദേഹത്തെ നമുക്ക് പരിചയമായിരിക്കും. അദ്ദേഹത്തെയും എൻ്റെ പേരിലും ബി സ്മാർട്ട് അബാക്കസ് അക്കാദമിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കൊച്ചു മാലാകക്കുട്ടിയുണ്ട്, ആഗ്നൽ എലിസബത്ത്. കേരള ഗ്രാൻഡ് ഐക്കൺ മത്സരത്തിൽ പ്രീമിയർ പ്രിൻസസ് വിഭാഗത്തിൽ ടൈറ്റിൽ വിന്നറായ ആഗ്നൽ എലിസബത്തിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഏറെ പ്രിയങ്കരിയായ നമ്മുടെ പ്രസന്ന ടീച്ചറാണ്. ഒരമ്മയുടെ വാത്സല്യത്തോടും സ്നേഹത്തോടും ശാസനയോടും കൂടി കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നമ്മുടെ ടീച്ചറെ ഈ ചടങ്ങിലേക്ക് ഞാൻ എൻ്റെ പേരിലും അബാക്കസ് അക്കാദമിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ 16ാം വാർഡ് മെമ്പർ വിദ്യ ചേച്ചി. വിദ്യ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിംഗർ മാത്സ് അബാക്കസ് അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി നമ്മുടെ കൂടെ നിന്ന വിദ്യ ചേച്ചിയെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ആശംസകൾ അർപ്പിക്കാനെത്തിയ ഡോക്ടർ ഗ്രീഷ്മയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സീത് സാറും വൈകാതെ തന്നെ നമ്മളോട് കൂടെ വരുന്നതാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും സ്റ്റേറ്റ് ലെവൽ എക്സാമിൽ റാങ്ക് ജേതാക്കൾക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ മക്കളെല്ലാവരും നല്ല ഉന്നത വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. എൻ്റെ മക്കളുടെ പ്രയത്നം പോലെ തന്നെ, കഠിന പ്രയത്നം പോലെ തന്നെ അവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച പാരൻസും ഒപ്പം കൂടി സഹായിച്ചത് കൊണ്ടാണ് ഈ ഒരു ഉന്നത വിജയം അവർക്ക് കൈവരിക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് ഇനി അടുത്തൊരു അവസരം വരികയാണ്, നമുക്ക് നാഷണൽ ലെവൽ എക്സാം വരികയാണ്. അതിന് എൻ്റെ മക്കളും പാരൻസും കൂടെ സപ്പോർട്ടായി നിന്ന് നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കണം. അതിനെപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും എപ്പോഴും എൻ്റെ കൂടെ നിന്ന് സഹകരിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ ഏത് നിമിഷവും എപ്പോഴും നിങ്ങളുടെ കൂടെ പ്രയത്നിച്ച് നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. എല്ലാവരുടെയും സഹകരണം വീണ്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരും മക്കൾ സമ്മാനം മേടിക്കാനുള്ള തിരക്കിലിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പൊന്നാട സ്വീകരിക്കാനായി രാജ
എന്തായാലും വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണത്. അബാക്കസ് അക്കാഡമിയുടെ ഈ പ്രോഗ്രാമിൻ്റെയും അധ്യക്ഷയായ നമ്മുടെ രശ്മി ടീച്ചർ, വേദിയിലിരിക്കുന്ന പ്രസന്ന ടീച്ചർ, എൻ്റെ പ്രിയ സുഹൃത്തും സഹോദര തുല്യമായ ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായ അപ്പു ജോസ്, ബാക്കി മറ്റ് വിശിഷ്ട വ്യക്തികളെ, വളരെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണത്. ഞാൻ സിനിമയിലൊക്കെ വന്ന പിന്നെ എന്താ പറയുക, ഒരുപാട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മിക്ക സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഞാൻ ആനുവൽ ഡേ, പിന്നെ യൂണിയൻ്റെ പരിപാടികൾ, അങ്ങനെ ഒരുപാട് പരിപാടികൾക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്. പറ്റുന്നിടത്തൊക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഇതുപോലൊരു സന്തോഷം നിറഞ്ഞൊരു ഒരു ഫങ്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകളോ തിങ്ങി നിറഞ്ഞ സ്റ്റേജോ വേദിയോ ഒന്നും അല്ലെങ്കിൽ തന്നെയും ഇതുപോലൊരു ഫങ്ഷൻ, ഈ അബാക്കസ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങൾ ഫ്ലവേഴ്സ് TV-യുടെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെ 2-3 കുട്ടികൾ ഇത് വന്ന് ഇത് പ്ലേ ചെയ്തപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു, കാരണം ചെറിയ കുട്ടികളാണ് ഇവരുടെയൊക്കെ അത്രയുള്ളത്, ആ കുട്ടിയുടെയൊക്കെ അത്രയുള്ളത്. നമ്മൾ നോക്കുമ്പോൾ എന്താ ആ ബ്രില്യൻസ് എന്താണെന്നുള്ളത് നമുക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനെ അബാക്കസ് ഒരു അക്കാദമി ഉണ്ട്, അതിനുവേണ്ടി സെപ്പറേറ്റ് പഠിപ്പിക്കുന്നുണ്ട് എന്നൊന്നും അന്ന് അവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. അപ്പം നമുക്കത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജേഷ് സാറ് എന്നെ വിളിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നത്. അതുവരെ അബാക്കസ് എന്നൊരു സംഭവം മാത്രമേ, പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അബാക്കസ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതിനെക്കുറിച്ച് കുട്ടികൾ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയണില്ല. പിന്നെ എന്തായാലും വളരെ സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സന്തോഷം ഇതാണ് എങ്കിൽ മറ്റൊരു സന്തോഷം, ഈ സ്കൂളിൽ എൻ്റെ അമ്മയുടെ അമ്മ, അതായത് എൻ്റെ അമ്മുമ്മ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പിയൂണ് അതിൻ്റെ ഒരു ജോലി എടുത്തിട്ടുണ്ട്. ഞാൻ സ്കൂൾ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഞാനും ഇവിടെ 1-2 ദിവസം എൻ്റെ അമ്മാമ്മയുടെ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. അതും എനിക്കൊരു സന്തോഷമാണ്. അന്ന് അമ്മാമ്മയുടെ കൂടെ വരുമ്പോൾ വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നത് ഒരു 5-ലോ 5-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. ഒരു ദിവസം സ്കൂൾ കാണാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, എൻ്റെ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് നമ്മുടെ രാജേഷ് വിളിച്ചപ്പോൾ എന്താണെന്നറിയില്ല, പോലീസുകാർ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോയി പോകും. അതിപ്പോൾ എന്താണെന്നറിയില്ല, നേരത്തെ തൊട്ടുള്ളൊരു ചെറിയൊരു പേടിയാണത്. കാരണം പോലീസുകാർ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒരുപാട് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ഉണ്ടെങ്കിലും എന്നെ അതിനകത്ത് നിന്ന് തിരഞ്ഞു പിടിക്കുന്നു. അവിടെ എന്താ വളർന്നു കഴിഞ്ഞാൽ ബസ്സുകാരൻ വന്നാൽ അല്ലല്ല നീ കക്കാൻ വന്നാണ്. അങ്ങനെ അന്നേ തുടങ്ങി. അന്നൊക്കെ കറുത്ത ആൾക്കാരാണെന്ന് തോന്നി, ഇത്തിരി കള്ളന്മാരെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നത്. ഇപ്പം അങ്ങനെ ഓൺലൈനിൽ തട്ടിപ്പോരൊക്കെ നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെയാണ്. അപ്പം അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സിഗ്നേച്ചർ തന്നെ ഒരു കള്ള ലക്ഷണം ഉണ്ടെന്നൊക്കെ തോന്നുന്നു. നമ്മൾ ഭയങ്കര പാവമാണ്. അപ്പം അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നത് ഇപ്പോൾ പോലീസുകാർ വിളിച്ച് ഒരു ഫംഗ്ഷനിൽ ഞാൻ അങ്ങനെ അവോയ്ഡ് ചെയ്യാറില്ല, ഞാനങ്ങ് പോവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയും. ഇപ്പം എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം ഓൾ കേരളയാണോ നമ്മുടെ ജില്ലയിലെ സംസ്ഥാന ജില്ലാ സമ്മേളനമാണെന്ന് അറിയില്ല, അപ്പോൾ അവർ നടക്കുന്നുണ്ട്. അതിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകൂടാ. കാരണം എവിടെയെങ്കിലും വെച്ച് ഇന്ത്യ കണ്ട കള്ളനാണെന്ന് പറയരുത്. അപ്പോൾ അതുകൊണ്ട് പോലീസുകാർ വിളിച്ചു കഴിഞ്ഞാൽ ഞാനത് പോയി അറ്റൻഡ് ചെയ്യും. അത് തന്നെയല്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴുള്ള ഒരു കൊച്ചുകുട്ടികളുടെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ വളരെ വളരെ സന്തോഷം. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളും കൂടി വന്നപ്പോൾ എന്തായാലും ഇവിടെ വരാതിരിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ അധ്യക്ഷത വഹിച്ച നമ്മുടെ രശ്മി ടീച്ചർ ഇന്നലെ എന്നെ വിളിച്ച് രാത്രി പറഞ്ഞ് എങ്ങനെയാണ് പ്രസംഗിക്കണേന്ന് ചോദിച്ചെന്നോട്. ഞാൻ കുറച്ച് എനിക്ക് അറിയാൻ പാടില്ല, പിന്നെ എന്നോട് വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു തരും. അല്ല ഞാൻ വിധിക്കൂട്ടാൻ ഞാനിപ്പോൾ 2 മാസമായി ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അവർ അതല്ല, ഞാനൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, അത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് അത് കിട്ടണല്ലേ എനിക്ക്. ഇന്നലെ വരെ ഞാൻ നന്നായിട്ട് പറഞ്ഞിരുന്നു, ഇന്ന് എനിക്ക് പറ്റണില്ല, നാളെ കയറേണ്ടതാണ്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഉള്ളത് പോലെ പറഞ്ഞാൽ മതി പറഞ്ഞു. പക്ഷെ അത് കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നെ പറ്റിക്കാണെന്ന് പറഞ്ഞാണ് തോന്നേണ്ടത്. എല്ലാം എഴുതി വെച്ച കുത്തും കോമയും എല്ലാം അത് കറക്റ്റായിട്ട് പറഞ്ഞ് നമ്മളെ പറ്റിച്ചാണെന്നുള്ളത്.
അപ്പോൾ അങ്ങനെ എന്തിനാ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ആദ്യം തന്നെ അധ്യക്ഷത കുളമൊക്കൊന്നിരുന്നു. പക്ഷെ അത് ഗംഭീരമായിട്ട് പ്രസംഗിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കറിയാൻ പാടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞപ്പോഴാണ് കണ്ടത് നമ്മുടെ അപ്പു ജോസ് നമ്മളുടെ എല്ലാം നിങ്ങളുടെയൊക്കെ തൊട്ടടുത്തുള്ള ആളാണ്. നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. ഇനി എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരിക്കലും നുണ പറയുന്നതല്ല, മിമിക്രിക്കാരൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഒരുപാട് മിമിക്രിക്കാരുണ്ട്. അതിനകത്ത് രക്ഷപ്പെടുന്നത് ഒരുപക്ഷെ കഴിവുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താ പറയുന്നത് ഭാഗ്യം കൊണ്ടായിരിക്കും. ഞാനൊക്കെ ഭാഗ്യം കൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നുള്ള മോഹം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഭാഗ്യം കൂടാണ്. പെട്ടെന്ന് മമ്മൂക്ക വിളിക്കണതും ജോഷ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നതും പിന്നെ ലാലേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുന്നതും പിന്നെ സുരേഷ് ഗോപി, അതൊരു ഭാഗ്യമാണത്. കഴിവ് ഉണ്ടെന്ന് അവർ വിചാരിച്ചിട്ടാണ് എന്നെ എടുത്താക്കുന്നത്. പക്ഷേ എന്നേലും സീനിയോറിറ്റി ആയിട്ടുള്ള എന്നേലും കഴിവുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും മിമിക്രി കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യമാണ്. പിന്നെ കഴിവ് കൊണ്ട് രക്ഷപ്പെടുന്നൊരു കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അപ്പു ജോസ്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഒരു കയ്യടി കൊടുക്കേണ്ട കാര്യമാണ്. പല പെർഫോമൻസുകളിലും സിനിമയിൽ ഞാൻ ഇരുത്തിക്കൊണ്ട് ഒരിക്കലും പൊക്കി പറയുന്നല്ല. നിങ്ങൾ മിക്കവാറും ചിലപ്പോൾ അപ്പു ജോസിൻ്റെ അയൽവക്കക്കാരുണ്ടാവും, നാട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കയ്യടി കിട്ടാനും പറയുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പു ജോസ് ഒരിക്കലും ഒരു മിമിക്രിക്കാരനായിട്ട് സിനിമയിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കൊടുക്കുന്ന റോളുകൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു മിമിക്രിയുടെ ഒരു എന്താ ഒരു സിമിനാറ്റി കാണിക്കാതെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾ. അതുപോലെ തന്നെ ശബ്ദം ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ മിമിക്രി ആയാൽ പോലും നമ്മളിലൊക്കെ വളരെ ചെറുതാണെന്ന് തോന്നുന്നു. അപ്പു ജോസ് വളരെ കറക്റ്റായിട്ട് നല്ല തന്മയത്തോടുകൂടി സംസാരിക്കുകയും മിമിക്രി അവതരിപ്പിക്കുകയും സിനിമയിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യുകയും. ഞാൻ പറയുന്നത് എനിക്ക് വരാൻ പോണ സിനിമകളിലൊക്കെ, ഇനി വരാൻ പോണ സിനിമകളിലൊക്കെ അപ്പു ജോസ് ഒരു ഘടകമായിട്ട് മാറും. അത് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അത് തന്നെയല്ല ഇൻഡസ്ട്രിയിൽ പറയുന്നൊരു കാര്യമാണ്. കാരണം കൊടുക്കുന്നതൊക്കെ നല്ല മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ഞാൻ അപ്പു ജോസിനും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഇത് ഒരിക്കലും ഉണ്ടാക്കി പറയുന്നൊരു കാര്യമല്ല കേട്ടോ. ഏതെങ്കിലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനി വരാൻ പോണ സിനിമകളിലൊക്കെ എന്തായാലും നിറസാന്നിധ്യമായിരിക്കും. ആവട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കൾക്കും എനിക്ക് ദേശീയ കയറുണ്ടെന്നും ഉണ്ടാകും. അപ്പോൾ അവാർഡ് കിട്ടിയവർക്കും സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ പഠിക്കണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഏറ്റവും വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന് വരിക എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഒരു അഡ്വൈസ് ഈ ഒരു സമയത്ത് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യം, അതും എന്നെപ്പോലെ ഒരാൾ, കാരണം കണക്കിനാണെന്നാണ് എനിക്ക് 0 കിട്ടിയേക്കണത്. ബാക്കി എല്ലാത്തിനും എനിക്ക് 5, 6 ഉണ്ട്. അപ്പോൾ ഏറ്റവും മോശം ഞാൻ കണക്കിനാണ്. അപ്പോൾ കണക്കിനെ കുറിച്ച് ഇവരോട് ഒരിക്കലും നമ്മളൊരു അഡ്വൈസ് നടത്തുന്നത് ശരിയല്ല. അത് ദൈവം സഹിക്കില്ല. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്നെ വിളിച്ച രാജേഷിനും അതുപോലെ രാജേഷിൻ്റെ വൈഫിനും ഇവിടുത്തെ മറ്റ് സംഘാടകർക്കും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യം, നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രം എന്താണ് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് തന്നെ നമ്മളെ ഉപദ്രവിച്ചവരെയാണ് നമ്മൾ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് നമുക്ക്. കാരണം സന്തോഷം ആളുകൾ മരിക്കുന്നതിനുള്ള സന്തോഷമല്ല. കാരണം ആളുകളെ കൊല്ലുന്നില്ല. ആളുകളെ കൊല്ലുന്നത് ടെററിസ്റ്റായ ആളുകളാണ് കൊല്ലണത്. അല്ലാണ്ട് സാധാരണക്കാരും നമ്മളുടെ പട്ടാളക്കാരെയും കൊല്ലുന്നില്ല. അതുകൊണ്ട് വിഷമില്ല. പക്ഷെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ആൾക്കാരെ കൊന്നുകളയോ അവർക്ക്. കാരണം ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയമോ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. നമ്മുടെ ഉള്ളിലുള്ളൊരു സന്തോഷം, നേരത്തെ നമുക്കുണ്ടായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ യുദ്ധം നമ്മൾ വിജയിക്കും. വിജയത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. കൂടുതലായിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുക TV ചാനൽ കോമഡി പരിപാടികളിലൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അപരനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. ഇപ്പോൾ കുറച്ച് ഓർമ്മയുണ്ടാവും അല്ലേ? എന്തായാലും വേദിയിലും സദസ്സിലും അണിഞ്ഞിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് ഫിംഗർ മാക്സ് അബാക്കസിൻ്റെ സാരഥിയായിട്ടുള്ള രശ്മി ടീച്ചർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്
ചാനലിലൂടെ നമ്മെ കുറുകിട ചലിപ്പിക്കുന്ന അതിനേക്കാളൊക്കെ ഉപരി മലയാള സിനിമയിൽ ബിജുക്കുട്ടൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഛോട്ടാ മുംബൈ സിനിമയിലെ പോലീസ് ടീമിലേക്ക് ചാടിയ കഥാപാത്രം അല്ലേ. അപ്പോൾ എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള പ്രിയപ്പെട്ട ബിജു ചേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇത്തരത്തിലുള്ള ഈ പരിപാടിയിൽ ഫിംഗർ മാക്സ് അബാക്കസ് അക്കാദമിയുടെ വിജയികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട ബിജു ചേട്ടനെ ക്ഷണിച്ചതിനോടൊപ്പം എന്നെയും ക്ഷണിച്ചതിൽ ആദ്യമേ തന്നെ ഫിംഗർ മാക്സ് അബാക്കസിൻ്റെ എല്ലാവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള നന്ദിയും അറിയിക്കുന്നു. എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ആഗനൽ എലിസബത്ത് എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ കുഴപ്പള്ളി സെൻറ്റ് ജെറിസ് സ്കൂളിലെ ഒരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ് കൂടിയാണ് ആഗനൽ. അത് ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും സ്റ്റേറ്റ് ലെവലിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വിജയിക്കാനായിട്ട് കുട്ടികളെ പര്യാപ്തമാക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ടുള്ള ഫിംഗർ മാക്സ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇത്രയും വലിയ അംഗീകാരം നേടിയെടുക്കാനായിട്ടുള്ളത് രശ്മി ടീച്ചറുടെ അങ്ങേയറ്റം ആത്മാർത്ഥമുള്ള പ്രവർത്തനം കൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞു എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അല്ലേ. അപ്പോൾ സ്വന്തം മക്കളെ പോലെ തന്നെ മറ്റുള്ള കുട്ടികളെ കണ്ട് അവർ വിജയികളാക്കുന്ന ആ ഒരു ആത്മാർത്ഥതയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും തോന്നി. കാരണം ടീച്ചറിൻ്റെ ആത്മാർത്ഥമായ വാക്കുകൾ കണ്ടപ്പോൾ 100% ആത്മാർത്ഥതയോടുകൂടിയാണ് ടീച്ചർ സംസാരിക്കുന്നതെന്ന് തോന്നി. അപ്പോൾ ഒരിക്കൽ കൂടി രശ്മി ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനിയും ഫിംഗർ മാക്സിൻ്റെ അക്കാദമിയിലെ കുട്ടികൾ ഏറ്റവും മിടുക്കന്മാരായ കേരളത്തിലെ നമ്പർ 1 സ്ഥാനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആശംസിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തു കൂടി ഫിംഗർ മാക്സിൻ്റെ പരിപാടി അബാക്കസിൻ്റെ അക്കാദമി തുടങ്ങുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മക്കളെ ചേർക്കണമെന്ന് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ പ്രിയ സുഹൃത്തും സഹോദര തുല്യനായിട്ടുള്ള രാജേഷ് എന്ന പരിപാടിയെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു സിനിമയുടെ ഷൂട്ടിങ് വന്നത് ഇന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രേഷേട്ട ഞാനൊന്നും ഉണ്ടാവില്ല, എനിക്കൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ നിന്ന്. അപ്പോൾ എന്നോട് ഇല്ലടാ നീ വരും, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പുള്ളിയുടെ പ്രാർത്ഥന ഭയങ്കര ഗംഭീരമായിരുന്നു. പുള്ളി ഇത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ഷൂട്ടൊക്കെ മാറ്റി വെച്ചൊന്നേ എനിക്ക് അതിനെ പറ്റി ഇടാവട്ടെ. കാരണം ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ സിനിമകളിലെ ക്യാരക്ടറുകൾ എഴുതൊരു ഗംഭീര മീശയൊക്കെ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ 2 ദിവസം മുന്നേ മീശയൊക്കെ വിളിച്ച് പുതിയ ക്യാരക്ടറിന് വേണ്ടി തയ്യാറായി. ആ സമയത്താണ് ഷൂട്ടിങ് മാറ്റിയത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ എവിടെയാട്ടോ പ്രാർത്ഥിച്ചത്, എന്ത് പറ്റി? അല്ല ആ ഷൂട്ടിങ് 2ാമത് വരാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. പുള്ളി വീണ്ടും പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ചാൽ നാളെ രാവിലെ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് മാറ്റി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈശ്വരനോട് പറയുന്നു, കുറേ നാളല്ല ഈ സിനിമ ചെയ്തിട്ട്, കുറേ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിൽ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും സമ്മാനം വാങ്ങിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെയും ബിജിച്ചേട്ടനെയൊക്കെ വേദിയിലേക്ക് നിങ്ങൾ വിളിച്ചതായിട്ട് നിങ്ങൾ ഓർക്കുന്നത് ഞങ്ങളുടെ എന്തെങ്കിലും പെർഫോമൻസ് ആയിരിക്കും. ബിജിച്ചേട്ടൻ അറിയാൻ വായ തുറന്നാൽ ചിരിപ്പിക്കും. ഞാൻ പൊതുവേ എൻ്റെ ശരീരപ്രകൃതി കുറച്ച് ഗൗരവമുള്ളതാണ്. കൂടുതലായിട്ട് അംഗീകരിക്കുന്നത് പിണറായി സാറിനെ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും നിങ്ങളും ആളുടെ പോലെ തന്നെ ചിരിക്കാറില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ പിണറായി സാറിൻ്റെ ശബ്ദത്തിൻ്റെ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ കൈ വയ്ക്കണം, കൈ വയ്ക്കും. അപ്പോൾ നിർബന്ധിച്ച എടുപ്പിക്കല്ല കേട്ടോ. ഏതൊരു കലാകാരനും വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഏതൊരു വാഹനം ഓടണമെങ്കിലും ഒരു ഇന്ധനം വേണം. കാറാണെങ്കിലും ലോറി ആണെങ്കിലും ബസ്സാണെങ്കിലും ട്രെയിനാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഇന്ധനം വേണം. വേദിയിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് കിട്ടേണ്ട ഇന്ധനം എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ കയ്യടി എന്ന വലിയ ഇന്ധനമാണ്. അപ്പോൾ അതിന് ഒരു ശാരദാവാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളോട് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിൻ്റെ പോറടി മാറ്റാൻ വേണ്ടി അതിന് പകരമായിട്ട് 1-2 ശബ്ദം ജസ്റ്റ് അംഗീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡയലോഗ്. പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാലം പണ്ട് ബ്രണ്ടൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറക്കിയ കാലം. ആ കാലത്തെ പറ്റി ഈ പറയുന്നവർക്ക് അറിയില്ലെങ്കിൽ പഴയ ആളുകളോട് ചോദിക്കുന്നത് നല്ലതാണ്. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരി പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്ക് നടുക്കം കൂടെ തന്നെ നടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് എന്നെ ഇപ്പൊ എന്ത് ചെയ്ത് കളയുന്നതാണ്. അതുകൊണ്ട് അമ്മാതിരി വരട്ടലും പരമേശ്വരം വന്നു ഇങ്ങോട്ട് വേണ്ട, എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു.
താങ്ക് യു. പിന്നെ നമ്മളെ ഒരെണ്ണം കൂടി ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊരു ചെറിയൊരു കോമഡി ഡയലോഗ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തമാശകൾ പറയുന്നൊരു പള്ളിയിലച്ചനെ കണ്ടിട്ടുണ്ടാവും. കാപ്പിപ്പൊടീച്ചൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ജോസഫ് തമ്പരിക്കുന്നതാണ്. അദ്ദേഹം വളരെ സരസമായി ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള വധൂവരന്മാരെ കളിയാക്കുന്ന രീതിയിൽ ചെറിയൊരു കോമഡി പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ്. എന്ന് പറയുന്നത് പിള്ളേരില്ല, കള്ളവാശിയില്ല. കുടുംബം ഇപ്പൊ വിടക കുടുംബം ഇപ്പൊ വിലകി കുടുംബം എന്നാ പറയുക. പിന്നെ പറയും ഒരു ഉണ്ടെങ്കിൽ ഉണക്കമീന് കിടക്കാം, ഒരു ഇല്ലെങ്കിൽ ഉണക്കമീന് കിടക്കുമെന്ന്. വിവാഹം അഥവാ വെൽഡിങ്ങും ഏകദേശം ഒരുപോലെയാണ്. വെൽഡിംഗ് എന്ന് പറയുമ്പോൾ തീയുണ്ടാകും, പുകയുണ്ടാകും, പൊട്ടലുണ്ടാകും, ചീറ്റിലുണ്ടാകും. അത് കഴിയുമ്പോൾ അതങ്ങ് സെറ്റാകും. എന്നാൽ വെഡിങ് എന്ന് പറയുന്നതിനെ മറിച്ചാൽ ആദ്യമേ തന്നെ വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര്, സ്വന്തക്കാര് എല്ലാവരും ചേർത്ത് നിർത്തും. പിന്നീട് ജീവിതത്തിൽ മൊത്തം തീയായിരിക്കും, പുകയായിരിക്കും, പൊട്ടലായിരിക്കും, ചീറ്റിലായിരിക്കും. ഇതാണ് വ്യത്യാസം. താങ്ക് യു. അപ്പോൾ എന്തായാലും കൂടുതൽ തിരികെയിരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഫിംഗർ മാത്സ് അക്കാദമിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. താങ്ക് യു. അൻവിക, അർണവ്, ഭദ്ര, ദേവർഷ്, കൃതിക, അടുത്ത ബസ് റാങ്കാണിക്ക് സമ്മാനം കൊടുക്കുന്നതിനായി അപ്പു ജോസിനെ ക്ഷണിക്കുന്നു. അമ്മ നമസ്കാരം. ഞാൻ പോവുകയാണ്. ഉച്ചക്ക് ഷൂട്ടിംഗ് ഉള്ളൂ, എന്നാലും ഇപ്പം പോലെ എത്തുള്ളൂ. പിള്ളേർക്കൊന്നും കണ്ടിട്ടൊരു വലിയ മൈൻഡില്ല. എനിക്കൊന്ന് കണക്കിനും 0 കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. എനിക്കും അങ്ങനെയൊന്നുമില്ല. 10 ഗൗതം കൃഷ്ണ, അഭിജിത്ത്, ഇഷൽ, വൈക, ദേവനന്ദന, താങ്ക് യു അപ്പു ജോസ് ചേട്ടാ. ഇനി സെക്കൻഡ് റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുന്നതിനായി പ്രസിഡന്റ്
ശ്യാം. നമ്മുടെ നാട്ടിൽ കാർട്ടൂൺ എന്ന കലയെ ജനകീയമാക്കുന്നതിൽ ശ്രീനിവാസനോളം പങ്ക് ആരും തന്നെ വഹിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം സാറിന്റെ നവതിയായിരുന്നു. ഈ പ്രായത്തിലും തന്റെ കലയോടും കലാസൃഷ്ടികളോടും മേല് പുലർത്തുകയും കുഞ്ഞുമക്കളെ കാർട്ടൂൺ പഠിപ്പിക്കുന്നതിൽ വൈമനസ്യം കാണിക്കാത്ത ആളാണ് ശ്രീനിവാസ്. ആശംസ അർപ്പിക്കാനായി ശ്രീനിവാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈ കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും അർപ്പിച്ചുകൊള്ളണം. വർഷത്തിലൊരിക്കലെങ്കിലും പിന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിനും അത് വിജയപ്രദമായി കൊണ്ടുപോകുന്നതിനും അതിന് കുട്ടികളെ താല്പര്യപൂർവ്വം പങ്കെടുപ്പിക്കാനുള്ള പ്രേരണ ചെലുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെയേറെ വിജയപ്രദമായ രീതിയിൽ പര്യവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പങ്കെടുക്കുന്ന ഈ തരം മേളകൾ, കൂട്ടായ്മകൾ, അവർക്ക് നാളെ ഇത് സംഘടിപ്പിക്കേണ്ടി വരുന്ന നേതൃസ്ഥാനം വഹിക്കാനുള്ള ഒരു പരിശീലനം കൂടി ഇത്തരം കൂട്ടായ്മകൾ നൽകും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു ചടങ്ങ്. എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, അതിലെങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അറിയാനുള്ള ഒരു ഗൃഹപാഠം ഇത്തരം കൂട്ടായ്മകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഗുണകരമായ വസ്തുത. കൂട്ടായ്മകൾ പങ്കെടുക്കാനും അത് സംഘടിപ്പിക്കാനും ഒക്കെ കാണിക്കുന്ന ആ രീതി അത് തന്നെ ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠമാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ എന്നെ സംബന്ധിപ്പിക്കാനും നിങ്ങളോട് ഒന്ന് രണ്ടോ വാചകം പറയാനും ഇടവെത്തിയ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്ന കാലം വരെ അതിൽ പങ്കെടുക്കാനും അത് സംഘടിപ്പിക്കാനുമുള്ള പ്രചോദനം ഇത്തരം വേളയിൽ, ഇത്തരം ചർച്ചയിലും ഇത്തരം കൂട്ടായ്മയിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ സന്തോഷകരമായ വസ്തുത. ഞാൻ നിങ്ങളെ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാരെ കാണുമ്പോൾ ആദ്യമായി 1-ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഇപ്പം ഞാനത് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഈ ബോർഡ് ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാണുമ്പോൾ ചോക്കിൻ്റെ കഷ്ണം കൊണ്ട് എന്തെങ്കിലും അതിൽ വരയ്ക്കുക ഒരു സ്വഭാവമായിട്ട് കൊണ്ടാണ് ആളാണ്. അങ്ങനെ ഒരു ദിവസം ഹെഡ് മാസ്റ്റർ സ്ഥലത്തില്ലാത്ത സമയത്ത് ലിഷർ പീരീഡിൽ ഞാൻ നേരിട്ട് ബോർഡിൽ അന്ന് മഹാത്മാഗാന്ധിയുടെ ഈ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷമുള്ള ഗാന്ധി കാലഘട്ടമാണ്. അങ്ങനെ ഞാൻ ഈ ബോർഡിൽ മഹാത്മാഗാന്ധി ഇങ്ങനൊരു വടി പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം അങ്ങ് വരച്ചുകൊണ്ട് പകുതിയായപ്പോഴേ തന്നെ ഈ ഏതാണ്ട് എനിക്ക് ചുറ്റുമുള്ള ക്ലാസ് റൂം വളരെ ശാന്തമായി, പെട്ടെന്ന് നിശബ്ദമായി.
തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ചെറിയ കുറ്റത്തിന് പോലും പരമാവധി ശിക്ഷ നൽകുന്ന എൻ്റെ അധ്യാപകനായിരുന്നു. ഞാൻ തിരിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് സാറെ ക്ഷമിക്കണം എന്ന് പറയാൻ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് എൻ്റെ വാക്കുകൾ കിട്ടുന്നില്ല. സാറ് ഈ ഗാന്ധി ചിത്രവും എന്നെയും ഒന്ന് നോക്കിക്കൊണ്ട് തിരിച്ചു പോയി. അപ്പം എൻ്റെ ഉദ്ദേശം ചൂരിലെടുക്കാനായിരിക്കാം. കാരണം മോഡലിൽ ചിത്രം വരയ്ക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ. 2 മിനിറ്റിനകം ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ആ സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ എൻ്റെ അമ്മാവനാണ്. ഞാൻ ഈ മോഡൽ വരച്ച ഗാന്ധി ചിത്രം കാണിക്കാൻ അധ്യാപകൻ അമ്മാവനെ വിളിക്കാൻ പോയതാണ് ആ ഗ്യാപ്പ്. അങ്ങനെ അമ്മാവനെ നോക്കി കൊള്ളാം, തിരക്കില്ല എന്ന അഭിപ്രായവും പറഞ്ഞ് തിരിഞ്ഞു. അപ്പം ചെറിയ കുറ്റത്തിന് പോലും വലിയ ശിക്ഷ കൊടുക്കുന്ന ആളാണ് ക്ലാസ് ടീച്ചർ. പക്ഷേ ഈ ഗാന്ധി ചിത്രവും അതിൻ്റെ പബ്ലിസിറ്റിയും കാരണം എന്നെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. ആദ്യത്തെ പരസ്യമായ എൻ്റെ ചിത്ര പ്രദർശനം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ ഗാന്ധി ചിത്രമായിരുന്നു. അത് ഞാനിങ്ങനെ SM ഹൈസ്കൂളിൽ ചെന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ആ ബോർഡ് ഇന്നും പൊളിച്ചു കളയാതെ സ്ഥിരമായി അവിടെ ഉണ്ട്. ആ ബോർഡ് ഞാൻ ചൂണ്ടിക്കാണിച്ച് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഒരു കുരുത്തക്കേട് കാണിച്ചൊരു ബോർഡാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അമ്മാവൻ എൻ്റെ പിന്നാലെ നിന്ന് ഈ ഗാന്ധി ചിത്രം കണ്ടിട്ട് അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ട് പിന്നെ കണ്ടത് ഹെഡ് മാസ്റ്റർ കുട്ടിയാണ്. അപ്പോൾ എന്നെ ശിക്ഷിക്കാൻ ബോർഡിൽ അതിക്രമിച്ച് പടം വരച്ചതിന് എന്നെ ശിക്ഷിക്കാൻ ഹെഡ് മാസ്റ്റർ വിളിക്കാൻ പോയതാണെന്നാണ് ഞാൻ ധരിച്ചത്. ഹെഡ് മാസ്റ്റർ വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നന്നായിരിക്കണം, പക്ഷേ ബോർഡിൽ ഇനി വരയ്ക്കരുത് എന്നൊരു ഉപദേശം തന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പരസ്യമായ ചിത്ര പ്രദർശനവും ചിത്രവും. അന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടമായതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ ഗാന്ധിജി കയറി പറ്റിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ ആ ഇവിടുത്തെ കണ്ണടയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രം പരസ്യമായി വരച്ചതിന് ആ ദിവസമായതുകൊണ്ടും പിന്നീട് അത് മഹാത്മാഗാന്ധി ആയതുകൊണ്ടും എന്തിനും ശിക്ഷിക്കുന്ന അധ്യാപകൻ എന്നെ അന്ന് ശിക്ഷിക്കാതെ വെറുതെ വിട്ടു എന്നുള്ളതാണ് വസ്തുത. വളരെ കാലത്തിന് മുമ്പ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ്, വർഷങ്ങൾ ധാരാളം കഴിഞ്ഞു പോയ കാലം. അതാണ് വാസ്തവത്തിൽ എൻ്റെ ആദ്യത്തെ പരസ്യമായ ചിത്രരചന. പിന്നീട് ചിത്രരചന പരസ്യമായി പ്രകടിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ഞാൻ എറണാകുളത്തെ കൊച്ചിൻ സ്കൂൾ ഓഫ് ആർട്സ് എന്ന സ്ഥാപനത്തിൽ ചേർന്നു. അവിടുന്ന് ഡിപ്ലോമ പാസ്സായി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലെ ഡ്രോയിങ് മാസ്റ്റർ റിട്ടയർ ചെയ്തു എന്നുള്ള വിവരം അറിഞ്ഞു. പകരം എന്നെ നിയമിക്കാനായി അവർ മാനേജ്മെൻറ്റ് തീരുമാനമെടുത്തതായും അറിഞ്ഞു. അപ്പം അന്നത്തെ ഹെഡ് മാസ്റ്റർ അച്യുത മാസ്റ്റർ എൻ്റെ വീടിൻ്റെ 2-3 വീടിനും പടിഞ്ഞാറ് വശമുണ്ട്. അദ്ദേഹം എന്നെ ആളെ പറഞ്ഞ് വിളിപ്പിച്ചു. എടാ, തിങ്കളാഴ്ച നീ സ്കൂളിലേക്ക് വാ. ഓ ശരി, വരാൻ. എന്തിനാണ് വരണമെന്ന് എനിക്കറിയില്ല. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ആണ് പറഞ്ഞത്, മാഷന്മാരെയൊക്കെ എന്നെ വിളിച്ചു കൂട്ടി പരിചയപ്പെടുത്തി. നമ്മുടെ പുതിയ ചിത്രകല അധ്യാപകനാണ്, ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ള സന്തോഷ വാർത്ത അവരെയൊക്കെ അറിയിച്ചു. അങ്ങനെ ആ ദിവസം തന്നെ എന്നെ അവിടെ അധ്യാപകനായി നിയമിച്ചു. നീണ്ട 30 വർഷം ആ സ്കൂളിൽ ഞാൻ ജോലി ചെയ്തു. ആ നീണ്ട 30 വർഷത്തെ ശിഷ്യ സമ്പത്തുകളാണ് എനിക്ക് ഈ നാടിൻ്റെ നാനാഭാഗത്തും പരന്നു കിടക്കുന്ന വലിയൊരു പടം. ഇന്നും ഏത് മുക്കിലും മൂലയിലും എന്നെ കണ്ടാൽ തിരിച്ചറിയാനും എന്നോട് കുശലം ചോദിക്കാനും
എന്നോടൊപ്പം ഫോട്ടോ എടുക്കാനും എന്നോടൊപ്പം സഞ്ചരിക്കാനും ഒക്കെ ഇടവരുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി, എൻ്റെ പഴയ വിദ്യാർത്ഥി എനിക്ക് ടിക്കറ്റ് എടുത്തു തരും. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഞാൻ ആ കുട്ടികളെ വളർത്തി താലോലിച്ച് സന്തോഷിപ്പിച്ച് അവരെ കൊണ്ട് നടന്നതിൻ്റെ പ്രതിഫലം എന്നേ വിചാരിക്കുന്നു. അവരൊക്കെ എന്നും ദീർഘായുസ്സോടുകൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ ഈ നവതി ആഘോഷത്തിലും അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Hare Krishna. State level examine, 3rd rank. Danush. Bhavin. Archa. Devananda MV. Srilaya. Atmika Midhun. Atmik Midhun. Akshara. Tanvir. Kartika. Thank you, Srinivasa. Dakshan. Divik. Ahan Krishna. Asav Krishna. Anand Krishna. Advika K. T. Avantika.
കുഞ്ഞുമക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എഴുതിയിരിക്കുന്നവരെ വിട്ടുപോയില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഈ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എന്നാലും വെറുതെ അവർക്ക് വേണ്ടി. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഞാൻ അവരുടെ മാതാപിതാക്കളോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു സ്കൂൾ ടീച്ചറല്ല, അതാദ്യം പറഞ്ഞേക്കാം. ഒരു ട്യൂഷൻ ടീച്ചർ മാത്രമാണ്. കുട്ടികളെ പഠിപ്പിച്ച്, അല്ലാണ്ട് ഞാൻ പഠിച്ച് ടീച്ചറായതല്ല. എനിക്ക് B.Ed ഇല്ല. ഞാൻ കുട്ടികളെ പഠിപ്പിച്ച് ഒരു ടീച്ചറായി. അവരാണ് എനിക്കൊരു ടീച്ചർ എന്ന പദവി തന്നത്. അതുകൊണ്ട് അവരോട് ഇവിടെ ഒരുപാട് കുട്ടികളുടെ, ഈ കൊച്ചുകുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും എൻ്റെ വിദ്യാർത്ഥികളാണ്. അവരോടും എൻ്റെ നമസ്കാരം. പിന്നെ കുട്ടികളോട് എന്താ ഞാൻ പറയേണ്ടത്? നന്നായിട്ട് പഠിക്കണം. ഇത് മാത്രമേ ഇപ്പോൾ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. പിന്നെ രക്ഷകർത്താക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കൊച്ചുകുട്ടികൾക്ക് അനുസരണയും കൃത്യനിഷ്ഠയും വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു വിടുക. അവിടെയാണ് കുട്ടികളുടെ ഗൃഹപാഠം. അവിടെ നിന്ന് തുടങ്ങണം കുട്ടികളുടെ സ്വഭാവം. കുട്ടികൾ നല്ലവരായി വളരണം. അല്ലാതെ പഠിച്ച് മാർക്ക് മാത്രം മേടിച്ചിട്ടല്ല നല്ല കുട്ടികളാവുന്നത്. മാർക്ക് മേടിച്ചാൽ മാത്രം നല്ല കുട്ടികളാകും എന്ന് എനിക്ക് വിശ്വാസമില്ല. പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം, അതൊരു കാര്യം. അത് ഇപ്പം ഞാൻ എന്നെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചാൽ ഞാൻ അവരെ പഠിപ്പിക്കും. അതുമാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, അവരുടെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. അത് ഒരധ്യാപികയ്ക്ക് കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്ത സമയം മുഴുവൻ അവർ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ അവരെ അനുസരിപ്പിക്കാൻ പഠിപ്പിക്കുക. മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, അധ്യാപകരെ എല്ലാവരെയും അനുസരിപ്പിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. അവിടെയാണ് തുടക്കം. അവർ വീട്ടിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് അവരെത്തുമ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അവർ പുറത്ത് അവതരിപ്പിക്കും കുറേയൊക്കെ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മുഴുവനായിട്ടും നിയന്ത്രിക്കാൻ പറ്റില്ല. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിച്ചോളണം. എന്നാലേ അവർ ക്ലാസ്സിൽ പുറത്ത് ചെന്ന് ഒരു സ്കൂളിൽ ചെന്നാലും അവർ ആ മാന്യത അവർ കാത്തു സൂക്ഷിക്കുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കണം, അനുസരണയും കൃത്യനിഷ്ഠയും. രാവിലെ എഴുന്നേക്കാനും പഠിക്കാനും. ഇനി പഠിക്കാൻ വിട്ടാൽ തിരിച്ചു വരുമ്പോൾ അവരുടെ പുസ്തകം നിങ്ങളൊന്ന് നോക്കണം. മാതാപിതാക്കൾ ഒന്ന് നോക്കണം. അവരെന്തുമാത്രം പഠിച്ചു, എത്രമാത്രം പഠിച്ചു, അവർക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അധ്യാപകരോട് പറയണം, ഇത്ര കുറവുകൾ ഞങ്ങളുടെ കുട്ടികൾക്കുണ്ട്, ടീച്ചർ അത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഏത് അധ്യാപികയ്ക്കും അത് സന്തോഷമേ ആവുള്ളൂ. ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ അത്രമാത്രം കുട്ടിയെ സന്തോഷിപ്പിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അധ്യാപികയ്ക്ക് മനസ്സിലാവുമ്പോൾ ആ അധ്യാപിക ആ കുട്ടികളോട് കൂടുതൽ സ്നേഹം കാണിക്കും, കൂടുതൽ ശ്രദ്ധ കാണിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാനൊരു അധ്യാപികയാണ്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. എന്നോട് അങ്ങനെ പറയുമ്പോൾ, മാതാപിതാക്കൾ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അവർ അത്രമാത്രം ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അധ്യാപികയ്ക്ക് കൂടുതൽ സമയം അവരെ ശ്രദ്ധിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും താല്പര്യം കൂടും. അതുകൊണ്ട് ഈ കുഞ്ഞു മക്കളോട് എനിക്ക് അധികമൊന്നും പറയാനില്ല. കാരണം അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഞാൻ എന്ത് പറഞ്ഞാണ് അവരെ നന്നാക്കേണ്ടത്? നിങ്ങളാണ് നന്നാക്കേണ്ടത്. മാതാപിതാക്കൾ നന്നാക്കണം. നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ശീലങ്ങൾ പഠിച്ചു പോന്നാൽ പുറത്തും അവരത് അവതരിപ്പിക്കും കുറേയൊക്കെ. പിന്നെ നമ്മുടെ കണ്ണുകൾ, 2 കണ്ണുകൾ അവരുടെ മേലെപ്പോഴും വേണം. അവർ പുറത്തു പോയാലും അവർ പറയുന്നത് മുഴുവൻ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കുറച്ച് വിശ്വസിക്കുക, പിന്നെ വിശ്വസിച്ചതായിട്ട് അഭിനയിക്കുക. പക്ഷേ നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കണം. അവരെങ്ങനെയാണ് അവരുടെ കൂട്ടുകാരോട് ഒന്നിച്ച് പോകുന്നത്, അവരുടെ കൂട്ടുകാരൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് അധ്യാപികയ്ക്ക് അത്ര ഇത്. എൻ്റെ അടുത്ത് എൻ്റെ കുട്ടികളെ ആണെങ്കിൽ ഞാൻ രക്ഷകർത്താക്കളോട് പറയാറുണ്ട്, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വരെ എൻ്റെ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ മോൻ ശ്രദ്ധിക്കും. അവർ പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അത് വീട്ടിലാണ്. പിന്നെ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുമ്പോഴും നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മൊബൈൽ ഫോൺ കയ്യിലധികം കൊടുക്കാതിരിക്കുക. കുറച്ചു നേരം അവരതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ
അതിന് അഡിക്റ്റ് ആയിട്ട് പോകും. അവർക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു കഴിവ് തന്നെ നഷ്ടപ്പെട്ടു പോകും. വെറുതെ കാണാപ്പാഠം പഠിച്ച് മാർക്ക് മേടിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇപ്പം ഒരു ശരിക്കും മനസ്സിലാക്കി പഠിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എവിടെ ചെന്നാലും കാര്യങ്ങൾ ഗ്രഹിക്കാനും തന്നെ എഴുതാനും എല്ലാം പറ്റും. ചെറുപ്പത്തിലേ തുടങ്ങിയ അവരുടെ കൂടെ നിങ്ങൾ നിൽക്കുക. അവർ പഠിക്കുന്ന പാഠങ്ങൾ, പുസ്തകങ്ങൾ നിങ്ങൾ അവരെ കൊണ്ട് വായിപ്പിക്കുക. വീട്ടിലേക്ക് വായിപ്പിക്കുക. ശരിക്കും വായിക്കുന്നുണ്ടോ? അക്ഷരങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ടോ? ഇംഗ്ലീഷ് ഇപ്പം ഞാൻ വലിയ ക്ലാസ്സിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പേരക്കുട്ടിയോടൊപ്പം, അതായത് ധന്മിനോടൊപ്പം അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞ കൊല്ലം തുടങ്ങി കൂടി. കൊറോണ വന്നപ്പോൾ എൻ്റെ ട്യൂഷൻ ക്ലാസ് ഞാൻ നിർത്തി. കാരണം എനിക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. മകൻ പറഞ്ഞതാണ് വേണമെങ്കിൽ അമ്മച്ചി ഓൺലൈനായിട്ട് തുടങ്ങിക്കോ, പക്ഷെ താല്പര്യമില്ല. എനിക്കിഷ്ടം എൻ്റെ കുട്ടികളെ നേരെ ഇരുത്തി അവരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പഠിപ്പിക്കാനും അവരോട് തമാശകൾ പറഞ്ഞ് കളിച്ച് ചിരിച്ച് പഠിപ്പിക്കാനും എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കൊറോണയ്ക്ക് ഞാൻ കുറച്ച് പിള്ളേർക്ക് ക്ലാസ് എടുത്തു. അപ്പോൾ റെസിഡൻസുകാരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു ഒരുപാട് കംപ്ലൈൻറ്റ് കിട്ടി, ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് നോക്കൂ, ഞാൻ എന്തെല്ലാം വെച്ചിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. സാനിറ്റൈസർ വെച്ചു, സോപ്പ് വെച്ചു, എല്ലാം വെച്ച് ഒരു ബെഞ്ചിൽ 2 കുട്ടികളെ ഇരുത്തിയാണ് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ അതേപോലെ ക്ലാസ് എടുത്തു. പിന്നെ എനിക്ക് ഇത് കംപ്ലൈൻ്റ് ആയി. എൻ്റെ മക്കൾ ജോലിക്ക് പോകുന്നതാണ്. അവർ തിരിച്ചു വരും, എറണാകുളത്ത് വരെയും ജോലിക്ക് പോയി തിരിച്ചു വന്നു. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനാവും അതിൻ്റെ കുറ്റക്കാരൻ. വേണ്ട. അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നോ, ഞാൻ എടുക്കണില്ല. അങ്ങനെ നിർത്തിയതാണ് ആ ക്ലാസ്. പിന്നെ എനിക്ക് നിർത്തിയപ്പോൾ എനിക്കും ഓരോരോ അസുഖങ്ങളൊക്കെ ആയപ്പോൾ വേണ്ടെന്ന് വെച്ചു. പക്ഷെ വേണ്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നി വേണ്ട, എൻ്റെ പേരക്കുട്ടിയെ ഞാൻ തന്നെ പഠിപ്പിച്ചെടുക്കണമല്ലോ. മുനമ്പം തുടങ്ങി ഇടവനക്കാട് വരെയുള്ള കുട്ടികളെ ഒരു പേരും പ്രശസ്തിയുമില്ല. പേരില്ലാത്തൊരു ട്യൂഷൻ ക്ലാസ് ആയിരുന്നു എൻ്റേത്. എൻ്റെ കുട്ടികൾ അശ്വിനി ഏറ്റവും നല്ലൊരു കുട്ടിയാണ്. വേറെ ഉണ്ട്. ഇവരൊക്കെയാണ് എനിക്ക് പേരുണ്ടാക്കുന്നത്. പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടാ. അവരുടെയൊക്കെ പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ പഠിപ്പിച്ച ഒരുപാട് അച്ഛന്മാരും അമ്മമാരും കൂടി ഇരിപ്പുണ്ട്. അവരെല്ലാവരും കൂടിയാണ് എനിക്ക്. അവർ മാത്രമല്ല, രശ്മി എൻ്റെ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. വളരെ വിനയമുള്ള, എന്നാൽ പഠിച്ചാൽ അവിടെ പറഞ്ഞു പഠിച്ചാൽ പെട്ടെന്ന് മറന്നുപോകും. അങ്ങനത്തെ ഒരു ശീലം രശ്മിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. കുത്തിയിരുത്തി പഠിപ്പിച്ചാണ് ഞാൻ രശ്മിയെ 10ാം ക്ലാസ് പാസ്സാക്കി വിട്ടത്. അതേപോലെ ഒരുപാട് കുട്ടികൾ എൻ്റേതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കുട്ടികൾ. ഈ എൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ബസ് ആ വഴിയുടെ അടുത്ത് നിർത്തി കൊടുക്കും. അത്രയധികം പിള്ളേരാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നത്. മുനമ്പത്തുനിന്ന് വരുന്നതും പിന്നെ ഇടവനക്കാട് നിന്ന് വരുന്ന കുട്ടികൾ വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവിടെ നിർത്തി കൊടുക്കും. അത്രയും പിള്ളേരിങ്ങനെ ഇറങ്ങി വരാനുണ്ട്. ഒരു പേരും എൻ്റെ ഇല്ല. ഒരു 10ാം ക്ലാസ്സിന് 28 ഫുൾ A+ വരെ മേടിച്ചപ്പോഴും കുട്ടികൾ എന്നോട് പറഞ്ഞു ടീച്ചറെ ഞങ്ങളുടെ പേരൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ഇത് അടിക്കാം. വേണ്ട, അങ്ങനെ ഒരു പരസ്യം നമുക്ക് വേണ്ട. നിങ്ങളാണ് എൻ്റെ പരസ്യം. അല്ലാണ്ട് അങ്ങനെ ഒരു പരസ്യം ഇല്ലാതെ തന്നെ വരുന്ന കുട്ടികൾ മാത്രം എനിക്ക് മതി. അല്ലാതെ പേര് വെച്ച് ഒരു പ്രശസ്തി ഉണ്ടാക്കി എനിക്കിഷ്ടമല്ല. നിങ്ങൾ തന്നെയാണ് എൻ്റെ പരസ്യം. നിങ്ങൾ മേടിക്കുന്ന മാർക്ക്, അല്ലാണ്ട് നിങ്ങൾ കൊണ്ടുതരുന്ന സാരിയോ സമ്മാനമോ ഒന്നും എനിക്ക് സമ്മാനമല്ല. അതൊക്കെ എനിക്ക് വെറും ഒരു സന്തോഷമാണ്. പക്ഷെ എന്നാൽ അതൊക്കെ ഞാൻ നിർത്തിച്ചു. എനിക്ക് നിങ്ങളുടെ മാർക്കാണ് വേണ്ടത്. നിങ്ങളുടെ രക്ഷകർത്താക്കളെ എന്നെ എന്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ടൂർ കൊണ്ടുപോകാനും മറ്റുമല്ല, നിങ്ങളുടെ മാർക്ക് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ലവരായി വളരുക. എപ്പോഴും ഞാൻ അവരോട് ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരണം. പിന്നെ ഒരുപാട് സ്നേഹം കൊടുത്താൽ കുട്ടികൾ നന്നാവും എന്ന് പറയുന്നത് കുറേയൊക്കെ ശരിയാണ്. അത് കൊടുത്തിട്ടും മോശമായി പോണ പിള്ളേരും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, നിർത്തിപ്പോയി. അപ്പം അവരുടെ അമ്മമാരി വന്നിരുന്ന് കരയണ കണ്ടാൽ 1.5 മാസം ക്ലാസ്സിൽ വരാതിരുന്ന ഒരു കുട്ടി അച്ഛൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ ആക്കി കൊടുക്കും എല്ലാ ദിവസവും. എന്നിട്ടും ആ കുട്ടി എൻ്റെ ക്ലാസ്സിൽ കയറാതിരുന്നു. എവിടെ പോയി? അമ്മ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കുട്ടിയെ കിട്ടുന്നില്ല, അച്ഛനെ കിട്ടുന്നില്ല, അമ്മയെ കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? കുട്ടി 1.5 മാസമായി ക്ലാസ്സിൽ വന്നിട്ട് അമ്മ പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ സങ്കടം വന്നു കരയും. അവരെന്ത് ചെയ്യും? അവർ ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തിയതാണ്. എന്നിട്ടും അവൻ വേറെ ചുറ്റുപാടുകളിലൂടെ അലഞ്ഞി അവസാനം അവൻ ഇവിടെ നിന്ന് പോയി. വേറൊന്നും ഞാൻ പറയില്ല, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കൊച്ചല്ല. അങ്ങനെ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അതെ. ട്യൂഷന് വരുന്നുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോരും. പക്ഷേ ട്യൂഷന് വീട്ടിലെത്തൂല. നമ്മ വിളിക്കുമ്പോഴാണ് വീട്ടുകാരറിയുന്നത് അവൾ വന്നതാണല്ലോ, എത്തിയില്ല എന്ന് പറയുമ്പോൾ അവർ മലിച്ചു പോകും. അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്.
ഒരുപാട് എന്തുമാത്രം വഴക്കുകളും തർക്കങ്ങളും വീട്ടുകാരും കുട്ടികളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കഥ എനിക്ക് അറിഞ്ഞോളൂ. ഞാനൊരു 36 വർഷം 10ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ച ആളാണ്. 1988 എൻ്റെ ആദ്യത്തെ 5 കുട്ടികളെ ഞാൻ പഠിപ്പിച്ചത്. അവരൊക്കെ ഇപ്പോൾ ജോലിക്കാരാണ് എല്ലാവരും, 5 പേര്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഒരു ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പോൾ ആ കുറേ കുട്ടികൾ എൻ്റെ കൂടെ വന്നു. 3 സ്റ്റോപ്പുകൾ എൻ്റെ വീട് നിന്നു ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞാനത് നിർത്തിയില്ല, കുട്ടികളെ പഠിപ്പിച്ചു പോകുന്നു. ഈ കൊറോണ വഴി അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി കളഞ്ഞു. വിളിച്ചു ചോദിച്ചു എല്ലാവരും, നമ്മൾ ഇല്ല എടുക്കുന്നില്ല. പഠിപ്പിച്ച കുട്ടികൾ ദുബായിൽ ഇരുന്നിട്ട് അവൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിർത്തി. സെബാസ്റ്റ്യൻ ഞാൻ നിർത്തി, ഇനി എടുക്കല്ല. ഇടുക്ക് ടീച്ചറെ 2 മാസമെങ്കിലും എടുക്ക്. വേദിയിലിരിക്കുന്ന ഗ്രീഷ്മ ഞങ്ങളുടെ സ്വകാര്യമായ ഒരു സ്വത്താണ് ഡോക്ടർ. എന്താ അസുഖം വന്നാലും ഡോക്ടറെ ഞാൻ വരണം മരുന്നിന് വരെ അപ്പടവും മരുന്ന് റെഡിയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യ ഒരു അഹങ്കാരം കൂടിയാണ് ഗ്രീഷ്മ. പിന്നെ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി സീനി മാസ്റ്റർ, ഞങ്ങളുടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ്. ഇന്ന് 90ാം പിറന്നാൾ ആഘോഷം അപ്പുറം നടന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം അവിടെയാണ്. പിന്നെ ബിജുക്കുള്ളൻ, അപ്പു ജോസ് എന്നിവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ ഭീങ്കർമാർ, സ്മാർട്ട് അബാക്കസ് കുട്ടികൾ എല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ അബാക്കസ് എന്ന ഒരു പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയാനൊന്നും ഞാൻ പ്രാപ്തം. പക്ഷേ ഇത് എൻ്റെ ചെറുപ്പകാല ബാല്യകാല സുഹൃത്തും കൂടിയാണ് രശ്മി ടീച്ചർ. എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഇപ്പോൾ അവള്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുട്ടികളെ അവള് ഇരുന്ന് പഠിപ്പിച്ച് ഇങ്ങനെ ഇത്രയും ലെവലിലാക്കി. ഇനിയിപ്പോൾ ഒരു 25ാം തീയതി നാഷണൽ ലെവൽ എക്സാം എഴുതാനിരിക്കുകയാണ്. അവർക്ക് നല്ല രീതിയിൽ അത് എഴുതാൻ പറ്റട്ടെ, ഇന്റർനാഷണൽ ലെവലിൽ ആ കുട്ടികൾക്ക് ജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് പറയാനുള്ളത് അത് വളരെ വ്യക്തിപരമല്ല പറയാനുള്ളത്. കുട്ടികളെല്ലാവരും ഇരിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക. എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. നമുക്കിപ്പോൾ കുട്ടികളെ വാർത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരു പഠനോപകരണം അല്ലെങ്കിൽ നാളെ ഒരു ജോലി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇന്ന് മക്കളെ വളർത്തിയെടുക്കുന്നത്. ഇത് ശരിയാണെന്ന് പല മാതാപിതാക്കൾക്ക് അറിയാം. കാരണം A+ വാങ്ങിക്കാത്ത കുട്ടികൾ വളരെ പിന്നോട്ടാണ് പഠിക്കാൻ. ശരിയല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ കുട്ടികളെ വളർത്തണം? നാളെ A+ വാങ്ങിയിരിക്കണം, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വേണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതാണ് മിക്ക മാതാപിതാക്കൾ. പക്ഷേ ഈ ഫുൾ A+ ഉള്ള കുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിലും നല്ല വിനയത്വമോ സ്വഭാവ രീതിയുള്ള കുട്ടികളായിരിക്കില്ല. നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുമ്പോൾ നല്ല സ്വഭാവ രീതി, ഇന്ത്യ എന്ന രാജ്യം, അതിന് നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, എന്തുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം ഇത് മാതാപിതാക്കൾക്കുള്ളതാണ് ഞാൻ ഈ പറയണത് കേട്ടോ. ഫോണിൽ ശ്രദ്ധിക്കാതെ ഞാൻ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. അപ്പോൾ എൻ്റെ കടമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശംസ പറയാമെന്നുള്ളതാണ്. എന്തായാലും 2 വാക്ക് അബാക്കസിനെ പറ്റി പറയാതെ ഈ വേളയിൽ കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ പഞ്ചായത്ത് തലം മുതൽ പിന്നെ ജില്ലാതലം, ഇപ്പോൾ സ്റ്റേറ്റ് തലം വരെ എത്തി നിൽക്കുകയാണ്. സംസ്ഥാന തലത്തിൽ വളരെ മിന്നുന്ന പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. വളരെ അഭിമാനവും സന്തോഷമുള്ളൊരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ബാക്ക് ബോണായിട്ട് പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള രശ്മി ടീച്ചറെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രശ്മി ടീച്ചറും ടീച്ചറുടെ കുടുംബവും എല്ലാ വിധത്തിലുള്ള സഹായവും, അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ചെറായ പ്രദേശത്ത് ഇങ്ങനൊരു അബാക്കസ് എന്നുള്ളൊരു അക്കാഡമി കൊണ്ടുവരാനും അതിൽ അശ്രാന്ത പരിശ്രമം നടത്തിയ ടീച്ചറെ ഞാൻ ഈ വേദിയിൽ വെച്ചിട്ട് അനുമോദിക്കുകയാണ്. അബാക്കസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 7ാം നൂറ്റാണ്ടിൽ വരെ തുടങ്ങിയ അബാക്കസാണ്. ഇന്നത്തെ കാലത്തും അത് വളരെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അബാക്കസ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാനും ബ്രെയിൻ ആക്ടിവിറ്റിക്ക് ഒരു വൺ ഓഫ് ടൈപ്പ് ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റിയാണ് അബാക്കസ്. ഇപ്പോൾ ആസ് എ ഡോക്ടർ നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ്, അതായത് കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ കൈവച്ചിട്ടല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് എന്ന് പറയുന്നതിന്
അപ്പോൾ മോട്ടോർ ആക്ടിവിറ്റി എന്നൊക്കെ പറയും, നിങ്ങൾക്ക് മനസ്സിലാകുന്നതോ എനിക്കറിയില്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാവിധത്തിലുള്ള ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റ് വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അബാക്കസ്. ബ്രെയിൻ എക്സസൈസ്. നമുക്ക് ചെറിയ വയസ്സായിട്ടുള്ള അമ്മമാർക്ക് വരെ നമുക്ക് ചെറിയ രീതിയിൽ ഇവർക്ക് പഠിപ്പിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ല രീതിയിലുള്ള ഒരു എക്സസൈസാണ് അത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു ഒന്നാണത്. അപ്പോൾ ഇത്രയും നല്ലൊരു അബാക്കസ് അക്കാഡമി നമ്മുടെ പ്രദേശത്ത് വരികയും ഒരുപാട് കുട്ടികൾ അതിൽ പങ്കെടുക്കുകയും ഒരുപാട് നല്ല രീതിയിൽ അത് നടന്നുപോയി ഇപ്പോൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ വരെ നല്ല പ്രകടനം കാഴ്ചവെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച നമ്മുടെ ടീച്ചർക്കും ബി സ്മാർട്ട് അബാക്കസ് അക്കാഡമിക്കും എൻ്റെ പേരിൽ എല്ലാവരുടെ പേരിലും ഇവിടെ ചേർന്ന എല്ലാവരുടെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. ഇത്തരത്തിൽ നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സഹായിച്ച എല്ലാ മാതാപിതാക്കൾക്കും പ്രോഗ്രാം കമ്മിറ്റിക്കും എല്ലാവരോടും ആശംസ അറിയിക്കുന്നു. ഇതിലേറെ ഉപരിയായിട്ട് ഇതിനെല്ലാം വഴിവെച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവരുടെ അസാന്ത പരിശ്രമത്തിനും അതിന് പിന്നിലുള്ള നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചു. ഇനി അടുത്ത വരാൻ നിൽക്കുന്ന നാഷണൽ ലെവൽ എക്സാമിന് ഇതിനേക്കാളേറെ തിളക്കം നടന്നൊരു വിജയം എല്ലാവർക്കും കിട്ടട്ടെ. നമ്മുടെ രശ്മി ടീച്ചറെ ചിറകിലേറി നമ്മുടെ കുഞ്ഞുമക്കൾ ഏറ്റവും നല്ല വിജയം കൈവരിക്കട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ വിശിഷ്ടാതിഥികൾ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫിംഗർ മാത്സ് അബാക്കസ് അക്കാദമിയിലെ സംസ്ഥാനതല മത്സരത്തിൽ റാങ്ക് ജേതാക്കളായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ അനുമോദിക്കുന്ന ഈ ചടങ്ങ് ഇത്രയും മനോഹരമായി തീർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഭാഷയിൽ നന്ദി സമർപ്പിക്കാം. ആദ്യമായി നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രശ്മി ടീച്ചർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ടീച്ചറുടെ പിന്നിൽ ബാക്ക് ബോണായിട്ട് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ടീച്ചറെ ഈ ഒരു ചടങ്ങിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യിച്ച ടീച്ചറുടെ പ്രിയ ഭർത്താവ് രാജേഷ് ഏട്ടനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരമായ ബിജുക്കുട്ടൻ, അപ്പു ജോസ് ഇവിടെ ഇല്ല, അവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതിൻ്റെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ സീരി മാഷ്, പ്രസന്ന ടീച്ചർ, വിദ്യ ചേച്ചി, പിന്നെ നമ്മുടെ ഗ്രീഷ്മ, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ നമ്മുടെ ഈ പരിപാടി ഇത്രയും വിജയകരമായി പ്രവർത്തിക്കാനായിട്ട് നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്ത നമ്മുടെ പാരൻസ്, കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ നമ്മുടെ കുട്ടികൾ, എല്ലാവർക്കും ഞാൻ ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Walking slow-mo, Mansala Sogo. Hey, my golden sparrow. Vama, come and sing. Queen teddy vandang king. Daila pipi dumme. Mala mati pod ring. Golden sparrow ye nenjila arrow. Neela the life ye romba sorrow. Mask of sorrow nama payanda hero. Singing duet vera yaro. Couple gole.